കഴിഞ്ഞ വീഡിയോസിൽ നമ്മളൊരു പാർക്ക് പോയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇതാണ് ആ ഒരു പാർക്ക്. ഡ്രീം വില്ല എന്നാണ് ഈ ഒരു പാർക്കിൻ്റെ പേര് കേട്ടോ. അപ്പം ഇത് പെറ്റ്സ് ആൻഡ് ചിൽഡ്രൻ പാർക്കാണ് കേട്ടോ. ഇതൊരു മലൻ്റെ ഒരു സൈഡിലാണ്. ഇത് നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ നമുക്കിതൊരു മെഹനയൊന്നും തോന്നൂല. പിന്നെ ഉള്ളിലോട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നും. ഒരാൾക്ക് ഇതിന് ഉള്ളിൽ കിടക്കാൻ വേണ്ടിയിട്ട് 100 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. അതിനുള്ള എന്തായാലും നമുക്ക് ഇതിനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈസൂർ സൂവിൽ പോയപ്പോൾ കാണാത്തൊരു സംഭവം ഞങ്ങൾ ഇവിടെ കണ്ടു കേട്ടോ. അതായത് ഒട്ടകം. ജിറാഫിനൊക്കെ ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒട്ടകം ഞങ്ങൾ നേരിട്ട് ഫസ്റ്റ് ആണ് കേട്ടോ കാണുന്നത്. പിന്നെ കുതിരയൊക്കെ സച്ചുവിനും ഫാദിക്കും ഇത് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു മീനിനൊക്കെ തീറ്റ കൊടുക്കുന്നത്. പിന്നെ അവിടുത്തെ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ചില പാർക്കുകളിലൊക്കെ പോയാൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫിന് ഭയങ്കര ജാടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. നമുക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നും പറഞ്ഞു തരൂല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന ഉടനെ തന്നെ ഓരോ കാര്യങ്ങളും, അതായത് ഓരോ ജീവിയെ പിടിക്കലും അതിനെ നമുക്കിങ്ങനെ കയ്യിൽ തരലും കാര്യങ്ങളൊക്കെ നമ്മളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നത് പോലെയാണ്. അതായത് നമുക്ക് പേടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർ നമ്മുടെ ഒപ്പം നിന്നിട്ട് എല്ലാം ചെയ്തു തരുന്നുണ്ട് കേട്ടോ. പക്ഷെ അധിക സ്ഥലത്തൊന്നും ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഇവിടെ ചെന്നപ്പോൾ നമുക്ക് നല്ലപോലെ ഇഷ്ടമായതെന്ന് പറഞ്ഞാൽ ആ പാർക്കിനേക്കായി നമുക്ക് അവിടെയുള്ള ആളുകളെയാണ് കേട്ടോ നമുക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ സാധാ പോലെ തന്നെ പാമ്പും കാര്യങ്ങളും കുറേ ജീവികളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ കുറേ കാണാത്ത ജീവികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഏകദേശം ഒരുപോലെയാണ് ഇപ്പോൾ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കുറേ പ്രത്യേക തരം ഐറ്റംസ് ജീവികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഓരോന്നിൻ്റെയും പേരൊന്നും എടുത്ത് പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പാമ്പിനൊക്കെ എടുത്ത് മേത്ത് വെക്കാൻ കുറേ തവണ പറഞ്ഞു. പക്ഷേ എനിക്ക് ഇതിനൊക്കെ ഇങ്ങനെ തൊടുന്നതും പിടിക്കുന്നതൊക്കെ അറപ്പാണ് കേട്ടോ. ഇപ്പോഴല്ലെങ്കിൽ നമ്മൾ രാത്രിയൊക്കെ കിടക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ണിൽ അതിങ്ങനെ വരും. പക്ഷേ കുഞ്ഞാക്കാക്ക് പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു കിളിൻ്റെ കൂട്ടിക്ക് കയറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണെങ്കിലോ ചെവിയിലും കണ്ണിലൊക്കെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാനും ആദ്യം കൂടെ കയറിയില്ല, സച്ചും കുഞ്ഞാക്കിയും കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു 2 കിളി, ഇതിത്തെ ഈ ഒരു പച്ചക്കിളി എന്ന് പറയുന്നത് നമ്മളോട് സംസാരിക്കട്ടോ. നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതേ വേർഡ്സ് തന്നെ തിരിച്ചിങ്ങോട്ട് പറയും, അല്ലാതെ മറുപടി ഒന്നും അല്ല. പിന്നെ അതുപോലെ ആ തോളിൽ ഇരിക്കുന്ന ഒരു കിളി കേട്ടോ, അതിങ്ങനെ കുണിഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ, പിന്നെ ഞാൻ കുഞ്ഞാക്കാരുടെ അടുത്ത് പറഞ്ഞു കണ്ണിലൊക്കെ കൊത്തും, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാക്കൊക്കെ ചെറുതായിട്ടൊന്ന് പേടിയായിട്ടോ. കാരണം നമ്മുടെ വെള്ളം ഇങ്ങനെ തിളങ്ങുന്നത് കാണുമ്പോൾ അവർക്ക് ഇങ്ങനെ തോന്നും. പിന്നെ സച്ചുവിന് അതിൻ്റെ അടുത്ത് നല്ലൊരു കൊത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ കയ്യിൻ്റെ ഷോൾഡറിൻ്റെ അവിടെ ചെറുതായിട്ട് ചെറിയ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവനക്ക് നല്ലപോലെ സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലിനിക്ക് വെക്കുന്നത്. ചെറുപ്പത്തിലൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും ഇപ്പോൾ അവന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഇത് എന്തായാലും രണ്ടുപേർക്കും നല്ലപോലെ സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഈ ഒരു കിളിനെയും മറ്റേ വലിയ കിളിനെ ഞാൻ വെച്ചില്ല. ഇതും എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ചത്തല്ലൂർ അത്തിപ്പറ്റിയാണ് കേട്ടോ. ഇത് കുറച്ച് ഉള്ളേരിയ ആയൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആളുകളും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഓപ്പൺ ആയിട്ട് ഒരു 6 മാസമൊക്കെ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിവിടെ 2 തവണ പോയിട്ടുണ്ട്. നമ്മൾ പോയ സ്ഥലത്ത് തന്നെ പോകാതെ ഇങ്ങനെ വെറൈറ്റി ആയ സ്ഥലത്ത് പോകുന്നതാണ് കേട്ടോ നല്ലത്.